Hi all, welcome to this class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോസ്പെക്ടക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. നമുക്ക് നോക്കാം എന്താണ് പ്രോസ്പെക്ടക്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയായിരുന്നു? മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രോസ്പെക്ടക്സ്. പ്രോസ്പെക്ടക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു ഇൻവിറ്റേഷൻ ആണ് പ്രോസ്പെക്ടക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആരിലേക്കുള്ള ഇൻവിറ്റേഷൻ? പബ്ലിക്കിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്. നമ്മൾ ഇത്ര ഷെയർസ് നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പബ്ലിക്കിൽ നിന്ന് നമ്മളുടെ ഷെയർസ് വാങ്ങിക്കാനായിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, പ്രോസ്പെക്ടക്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. According to section 2 subsection 70 of this act, prospectus means any document described or issued as a prospectus. ഒരു ഡോക്യുമെന്റ് ആണ്, അതിനെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രോസ്പെക്ടക്സ് ആയിട്ടാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നൊരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഷെൽഫ് പ്രോസ്പെക്ടക്സ് ആയിട്ടോ എന്തെങ്കിലും നോട്ടീസ് ആയിട്ടോ സർക്കുലർ ആയിട്ടോ അഡ്വർടൈസ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതർ ഡോക്യുമെന്റ് ആയിട്ടോ നമുക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ്? ഇൻവൈറ്റിംഗ് ഓഫേഴ്സ് ഫ്രം ദി പബ്ലിക്കിൽ നിന്ന് ഓഫേഴ്സ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ ദി സബ്സ്ക്രിപ്ഷൻ ഓർ പർച്ചേസ് ഓഫ് എനി സെക്യൂരിറ്റി ഓഫ് ദി ബോഡി കോർപ്പറേറ്റ്. നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിയിലുള്ള സെക്യൂരിറ്റീസ് പബ്ലിക്കിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ ആയിട്ട് നമ്മൾ ഒരു ഇൻവിറ്റേഷൻ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന നോട്ടീസോ അഡ്വർടൈസ്മെന്റോ സർക്കുലറോ ഡോക്യുമെന്റോ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടക്സോ ഷെൽഫ് പ്രോസ്പെക്ടക്സോ ഇവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെയിൻ ആയിട്ടും പ്രോസ്പെക്ടക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓഫർ ടു ദി പബ്ലിക്? പബ്ലിക്കിലേക്ക് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ ഓഫർ ആയിട്ട് അയക്കുന്നത്? നോക്കിക്കേ. ആൻ ഇൻവിറ്റേഷൻ വിൽ ബി ഇൻവിറ്റേഷൻ ടു പബ്ലിക്. പബ്ലിക്കിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ക്ഷണക്കത്താണ് എന്തെന്ന് പറയുന്നത്? പ്രോസ്പെക്ടക്സ് എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് പ്ലേസ്മെന്റ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം അതൊരിക്കലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് അല്ല, അതൊരു പബ്ലിക് ഇൻവിറ്റേഷൻ ആണ്. ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. ലോ എന്താ പറയുന്നത് നോക്കി. ഇഫ് എ കമ്പനി മേക്സ് ആൻ ഓഫർ ടു അലോട്ട് സെക്യൂരിറ്റീസ് മോർ ദാൻ 200 persons ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു വർഷത്തില് 200-ലധികം പേഴ്സൺസ് എങ്കിലും അതെന്ത് ചെയ്തിരിക്കണം? ആ ഒരു ഇൻവിറ്റേഷൻ അലോട്ട് ചെയ്തിരിക്കണം. ഓക്കെ. വെദർ ഇറ്റ്സ് പേയ്മെന്റ് ഹാസ് ബീൻ റിസീവ്ഡ് ഓർ നോട്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു പേയ്മെന്റ് ലഭിക്കാം അല്ലെങ്കിൽ ലഭിക്കാതെ ഇരിക്കാം. ഷാൽ ബി ഡീംഡ് ടു ബി an offer to the public. പബ്ലിക്കിലേക്ക് നമ്മൾ എന്നിരുന്നാലും എന്ത് ചെയ്തിരിക്കണം? ഇൻവിറ്റേഷൻ നമ്മൾ ഇറക്കിയിരിക്കണം. അത് പബ്ലിക് കമ്പനി ആണെങ്കിൽ മാത്രമേ പ്രോസ്പെക്ടക്സ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. ഇൻ കേസ് അതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആ അത്തരം കമ്പനികൾക്ക് എന്ത് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല? പ്രോസ്പെക്ടക്സ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല. ഇനി പ്രോസ്പെക്ടക്സ് മേ കണ്ടെയ്ൻ. പ്രോസ്പെക്ടക്സിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂഡ് ബൈ ആൻ എക്സ്പേർട്ട്. ആരാണ് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്? ഒരു എക്സ്പേർട്ട് ആയിരിക്കണം. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആവാം, ഒരു വാല്യൂവർ ആകാം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കമ്പനി സെക്രട്ടറിയും ആകാം എന്നുള്ളതാണ്. പക്ഷേ ഇവരാരും കമ്പനിയുടെ ഡയറക്റ്റ് അഫയേഴ്സുമായിട്ട് നേരിട്ട് ബന്ധം പുലർത്തുന്ന വ്യക്തിയാവാനായിട്ട് പാടില്ല. കമ്പനിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? പ്രോസ്പെക്ടക്സ് ഇഷ്യൂ ചെയ്യാം. പക്ഷേ നമ്മൾ പ്രോസ്പെക്ടക്സ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ പ്രോസ്പെക്ടക്സ് നമ്മൾ ആരിലേക്കാണ് ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത്? കമ്പനിയുടെ രജിസ്ട്രാർക്ക് മുന്നിലാണ് നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത്. ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി എന്തൊക്കെയാണ് കമ്പനിയുടെ പ്രോസ്പെക്ടക്സിൽ മെയിൻ ആയിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ട കണ്ടന്റ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. കമ്പനിയുടെ പേര്, കമ്പനി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, കമ്പനിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, കമ്പനിയുടെ ലയബിലിറ്റി എങ്ങനെയാണ്, കമ്പനിയുടെ ക്യാപിറ്റൽ എങ്ങനെയാണ്, ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ കമ്പനിയുടെ ഇൻഫോർമേഷൻ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, അതായത് ഫൈനൽ ഇയർ സ്റ്റേറ്റ്മെന്റ്സ്, ഇയർ എൻഡിങ് സ്റ്റേറ്റ്മെന്റ്സ് കമ്പനിയുടെ കാണിച്ചിരിക്കണം. അതെന്തൊക്കെയാണ്? കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, കമ്പനിയുടെ മന്ത്ലി സ്റ്റേറ്റ്മെന്റ്സ്, അതുപോലെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, ഇതെല്ലാം ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആയിട്ട് കാണിച്ചിരിക്കണം. ഇൻവെസ്റ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് കാണിച്ചിരിക്കണം.
അതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിരിക്കണം. ഡയറക്ടേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് കമ്പനിയുടെ പ്രോസ്പെക്ടക്സിൽ മെയിൻ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കിയാൽ പ്രോസ്പെക്ടക്സിന്റെ കേസിൽ ട്രൂത്ത്ഫുൾ ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം. ട്രൂത്ത്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വളരെ വിശ്വസനീയവും കൃത്യതയുമാർന്ന ഇൻഫോർമേഷൻസ് ആയിരിക്കണം എവിടെ കാണിക്കേണ്ടത്? പ്രോസ്പെക്ടക്സിൽ മെൻഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ്, എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും കംപ്ലീറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഫോർമാറ്റ് ആൻഡ് കണ്ടെയ്നിങ് കണ്ടന്റ്, അത് നോക്കിക്കേ, നമ്മുടെ ലോയും റെഗുലേഷൻസ്, ആസ് പെർ ലോസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസൃതമായിട്ടാണ് പ്രോസ്പെക്ടക്സ് ഫില്ല് ചെയ്യേണ്ടതും അത് അപ്രൂവ് ചെയ്യേണ്ടതും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇത്തരം സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സിന്റെ പർപ്പസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇൻവെസ്റ്റേഴ്സിന് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ട്രാൻസ്പാരൻസി ഉറപ്പുവരുത്താനായിട്ട് റെഗുലേറ്ററി ഓവർസൈറ്റ്, എല്ലായ്പ്പോഴും ഇതിനെ നിയന്ത്രിക്കാനായിട്ടൊരു നിയന്ത്രിതമായിട്ടൊരു ബോർഡ് ഉണ്ട് എന്നൊരു ഉൾബോധം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഡീംഡ് പ്രോസ്പെക്ടക്സ് അഥവാ പ്രോസ്പെക്ടക്സ് ബൈ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡീംഡ് പ്രോസ്പെക്ടക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡോക്യുമെന്റ് ആണ്. അതിനെ കൺസിഡർ ചെയ്യേണ്ടത് എന്തായിട്ടാണ്? പ്രോസ്പെക്ടക്സ് അണ്ടർ ലോ, ലോയുടെ അടിസ്ഥാനത്തിൽ, ലോയുടെ നിയമപരമായിട്ട് അതെന്തായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഒരു പ്രോസ്പെക്ടക്സ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യേണ്ടത്. അത് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുള്ളതാണ്? കമ്പനിക്കാണ്. ദാറ്റ് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി, അത് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി ആയിരിക്കും. ആരിലേക്കാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത്? ടു എ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ആരാണോ കമ്പനിയുടെ ഷെയർസ് വാങ്ങാനായിട്ട് വില്ലായിട്ട് നിൽക്കുന്ന അത്തരം പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിലേക്കാണ് എന്ത് ഇഷ്യൂ ചെയ്യേണ്ടത്? ഡീംഡ് പ്രോസ്പെക്ടക്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിൽ എന്തായിരിക്കണം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? ഇൻഫോർമേഷൻ അബൌട്ട് ദി കമ്പനി സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പനി എത്രത്തോളം ഷെയർസ് ആണ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതിനെല്ലാം സംബന്ധിച്ചിട്ടുള്ള വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള, അക്യുറേറ്റ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യേണ്ടത്? ഇഷ്യൂ ചെയ്യേണ്ടത്. അതിനെയാണ് ഡീംഡ് പ്രോസ്പെക്ടക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അനദർ വൺ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷെൽഫ് പ്രോസ്പെക്ടക്സ് ആൻഡ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടക്സ് എന്ന് പറയുന്നത്. ഷെൽഫ് പ്രോസ്പെക്ടക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം. അതായത് ഷെൽഫ് പ്രോസ്പെക്ടക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടക്സ് ആണ്. അതായത് ഒരു കമ്പനി ഒരു പർട്ടിക്കുലർ ടൈമില് ഒരു പ്രോസ്പെക്ടക്സ് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഒന്നിലധികം പ്രോസ്പെക്ടക്സ് അല്ലെങ്കിൽ ഒന്നിലധികം സെക്യൂരിറ്റീസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഓരോ വട്ടവും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ഇഷ്യൂ ചെയ്യേണ്ട? പ്രോസ്പെക്ടക്സ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഇല്ല. ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് എത്രത്തോളം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്താലും ഒരു പർട്ടിക്കുലർ പ്രോസ്പെക്ടക്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ? പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഷെൽഫ് പ്രോസ്പെക്ടക്സ് എന്ന് പറയുന്നത്. Shelf prospectus is a type of prospectus that allows a company to issue more than multiple securities over a period of time. ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾക്ക് ഒന്നോ അതിലധികമോ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിലേക്കായിട്ട് നമ്മൾ ഒരൊറ്റ പ്രോസ്പെക്ടക്സ് എന്ത് ചെയ്താൽ മതി? പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്താൽ മതി. വിത്തൗട്ട് ഹാവിംഗ് എ ഫയൽ എ ന്യൂ പ്രോസ്പെക്ടക്സ് ഫോർ ഈച്ച് ഇൻഷുറൻസ്. ഓരോ പ്രാവശ്യവും ഓരോ തവണയും ഇഷ്യൂ ചെയ്യുന്നതിനനുസരിച്ച്, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടില്ല? ന്യൂ പ്രോസ്പെക്ടക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഇല്ല. അതിനെയാണ് ഷെൽഫ് പ്രോസ്പെക്ടക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സിംഗിൾ ഫയലിംഗ്, ഒരൊറ്റ പ്രാവശ്യം ഫയൽ ചെയ്താൽ മതി. മൾട്ടിപ്പിൾ ഇൻഷുറൻസ്, നമുക്ക് ഒരുപാട് പ്രാവശ്യം മൾട്ടിപ്പിൾ ഇൻഷുറൻസ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ സമയം ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. എഫിഷ്യൻസി ഉയർത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. പീരിയോഡിക് ആയിട്ട് അത് ഓരോ സമയ കാലയളവിനനുസരിച്ച് നമ്മൾ എന്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഷെൽഫ് പ്രോസ്പെക്ടക്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതിനെയാണ് ഷെൽഫ് പ്രോസ്പെക്ടക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടക്സ് ഈസ് എ പ്രിലിമിനറി പ്രോസ്പെക്ടക്സ്. അതെന്താണ്? പ്രിലിമിനറി പ്രോസ്പെക്ടക്സ് ആണ്. ഫയൽഡ് വിത്ത് റെഗുലേറ്ററി അതോറിറ്റി. അത് ആരുടെ മുന്നിലാണ് ഫയൽ ചെയ്യേണ്ടത്?
അതാത് റെഗുലേറ്ററി അതോറിറ്റിക്ക് മുൻപാകെയാണ് നമ്മൾ ഫയൽ ചെയ്തിരുന്നത്. ടിപ്പിക്കലി അതെന്തായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ടിപ്പിക്കലി കണക്റ്റഡ് വിത്ത് ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആദ്യമായിട്ട് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു പ്രിലിമിനറി, അതായത് ഒരു പൈലറ്റ് സർവേ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? സർവേ നടത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ നടത്തുന്നതിനാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇതിൽ എന്തായിരിക്കും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് കണ്ടെയ്ൻ മോസ്റ്റ് ഓഫ് ദി ഇൻഫോർമേഷൻ അബൌട്ട് ദി കമ്പനി ഫോർ ദി പ്രൊപ്പോസ്ഡ് ഓഫറിംഗ്. ഓഫറിംഗിനെ സംബന്ധിച്ച് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റീസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ആണ് പബ്ലിക്കിലേക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു പ്രിലിമിനറി ഡോക്യുമെന്റ് ആണ്. ഫൈനൽ ഡോക്യുമെന്റിന് മുൻപായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രിലിമിനറി ഡോക്യുമെന്റ് ആണിത്. ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആണ്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അല്ല, ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സിന് ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. മാർക്കറ്റിംഗിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒന്നാണ്. റെഗുലേറ്ററി കംപ്ലയൻസസ് നടത്തുക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നോ ഗ്യാരണ്ടി ആണ്. ഒരിക്കലും ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല? ഇൻവെസ്റ്റേഴ്സിന് ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഇതൊരു പ്രിലിമിനറി ഡോക്യുമെന്റ് ആണ് അല്ലെ. നമ്മൾ ഒരു മെയിൻ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്തതിന് മുമ്പായിട്ട് ഇഷ്യൂ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഇൻവെസ്റ്റേഴ്സിന് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ മാർക്കറ്റിന്റെ ഇൻട്രസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഐഡിയ കമ്പനീസിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇത്തരം റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് കൊണ്ടിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത്? മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസിൽ എല്ലായ്പ്പോഴും കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെ സംബന്ധിച്ച് പബ്ലിക്കിൽ നിന്ന് എത്ര എമൗണ്ട് ആണോ കമ്പനി സ്വീകരിക്കുന്നത് ആ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് അവിടെ കാണിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പ്രോസ്പെക്ടസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. മിസ്സ്റ്റേറ്റ്മെന്റ്സ് എന്നുണ്ടെങ്കിൽ എന്താണ്? തെറ്റായ ചില പ്രവണതകൾ, തെറ്റായ ചില സ്റ്റേറ്റ്മെന്റ്സുകൾ അല്ലെങ്കിൽ അൺട്രൂ ആയിട്ടുള്ള തെറ്റ് അല്ലെങ്കിൽ ശരിയല്ലാത്ത ചില സ്റ്റേറ്റ്മെന്റ്സുകൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്? പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മിസ്സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് വഴിയായിട്ടുണ്ടാവുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കോൺസിക്വൻസസ് ആണ് സിവിൽ ലയബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ സിവിൽ ലയബിലിറ്റിക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് civil liability for a misstatement in a prospectus refers to legal responsibility of a company. കമ്പനിക്ക് നിയമപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സിനോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ അതാത് എക്സ്പേർട്സിനോ എന്തുണ്ട്? ഒരു ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ എ ഫോൾസ് ഓർ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ഇൻ എ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ എന്തുകൊണ്ടിട്ടാണ് തെറ്റായ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തത്, അല്ലെങ്കിൽ അൺട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആൻസർ ചെയ്യാനായിട്ട് ആര് ബാധ്യസ്ഥരാണ്? കമ്പനിയും കമ്പനിയുടെ ഡയറക്ടേഴ്സും ഓഫീസേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പേർട്സും ബാധ്യസ്ഥരാണ്. അതാണ് സിവിൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. സിവിൽ ലയബിലിറ്റിയിൽ വരുന്ന മിസ്സ്റ്റേറ്റ്മെന്റ്സ് രണ്ട് രീതിയിലാണ്. ഒന്ന് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്, അതായത് പ്രോസ്പെക്ടസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൽ തെറ്റായ പ്രവണതകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒമിഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ്, യഥാർത്ഥത്തിലുള്ള വിവരങ്ങളെ ഒമിറ്റ് ചെയ്യുക, മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അതിനെ പുറന്തള്ളി അതിനെയാണ് ഒമിഷൻ എന്ന് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇനി സിവിൽ ലയബിലിറ്റി വഴിയായിട്ട് എന്തൊക്കെ കോൺസിക്വൻസസ് ആണ്, പരിണിത ഫലങ്ങളാണെന്നത്? ഒന്ന് കോമ്പൻസേറ്ററി ഡാമേജസ്, എത്രയാണോ കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാനുള്ള ബാധ്യത. ഒന്ന് റിസൈൻ ദർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിക്കവറി ദർ മണി, അതായത് ഇൻവെസ്റ്റ്മെന്റുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ടിട്ട് എത്ര ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത് അതിനുള്ള പണം
റിക്കവർ ചെയ്യാന്നുള്ളത്. ഒന്ന് റെപ്യൂട്ടേഷൻ ഡാമേജസ്, കമ്പനിയുടെ പേരിനുണ്ടാകുന്ന ഡാമേജ്, അതാണ് റെപ്യൂട്ടേഷൻ ഡാമേജ് എന്ന് പറയുന്നത്. ഇതാണ് എന്തിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. മിസ്സ്റ്റേറ്റ്മെന്റ്സിനെ പ്രോസ്പെക്ടസ് ആസ് കൺസിഡർ ആസ് എ സിവിൽ ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താലുള്ളതുണ്ട്. ഇനി ക്രിമിനൽ ലയബിലിറ്റി ആയിട്ടും എന്ത് കൺസിഡർ ചെയ്യാറുണ്ട്? മിസ്സ്റ്റേറ്റ്മെന്റ്സിനെ പ്രോസ്പെക്ടസ് നമ്മൾ ക്രിമിനൽ ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് the potential criminal penalties that can be imposed to individuals or companies for intentionally making false or misleading statements in a prospectus. ഒരു പ്രോസ്പെക്ടസില് തെറ്റായ വിവരങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇന്റൻഷനലി മനഃപൂർവ്വം നമ്മൾ നടത്തുകയാണെങ്കിൽ അത് നടത്തിയിരിക്കുന്ന വ്യക്തികളുടെ പേരിലോ കമ്പനികളുടെ പേരിലോ ഒരു ക്രിമിനൽ പെനാൽറ്റീസ് എന്ത് ചെയ്യാനുള്ള ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഫ്രോഡുലന്റ് മിസ്റെപ്രസെന്റേഷൻ, അതായത് ആളുകളെ ചതിക്കുന്ന രീതിയിലുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുക. രണ്ട്, മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വിത്തൗട്ട് റിഗാർഡിംഗ് ട്രൂത്ത് ഓർ അക്യുറസി, സത്യസന്ധതയോ കൃത്യതയോ അല്ലാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എഴുതി ചേർക്കുക, വിത്ത് ഇന്റൻഷനലി മനഃപൂർവ്വം എഴുതി ചേർക്കുക. ഈ ഒരു സിറ്റുവേഷനിലാണ് പെനാൽറ്റീസ് കമ്പനീസിന്റെ പേരിലോ ഇൻഡിവിജ്വൽസിന്റെ പേരിലോ ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആർക്കുള്ളത്? കോർട്ടിന് ഉള്ളത്. അപ്പൊ ഇതാണ് പ്രോസ്പെക്ടസിൽ തെറ്റായ വിവരങ്ങൾ കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ബ്ലോക്ക് 3 ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെമ്പർഷിപ്പ്. ഫസ്റ്റ് 9th ചാപ്റ്റർ ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റൽ. നമുക്ക് നോക്കാം. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കമ്പനി മുന്നോട്ട് പോകാനായിട്ട് ധാരാളം ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും, ലൈക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അറ്റ് എ ടൈം നമുക്ക് ഒരു കമ്പനി ക്യാപിറ്റൽ അറൈസ് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫണ്ട്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ക്യാപിറ്റലിനെയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും അത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആവാം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആവാം. പിന്നെ ഇത്തരം ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ട് കമ്പനി സ്വീകരിക്കുന്ന മറ്റു ചില മാർഗങ്ങളാണ് ഡിബഞ്ചേഴ്സ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ടിട്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് പബ്ലിക്കിൽ നിന്ന് എടുത്തുകൊണ്ടിട്ട്, ഇങ്ങനെയൊക്കെയാണ് കമ്പനിയുടെ ക്യാപിറ്റൽ എമൗണ്ട് റൈസ് ചെയ്യാനായിട്ട് കമ്പനി സ്വീകരിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള വഴികൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആയിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ ക്യാപിറ്റൽ ക്ലോസിൽ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കമ്പനി റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റൽ എന്ത് ചെയ്തിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇത്തരം ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് പറയുന്നത്. ഓതറൈസ്ഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇതിനെ എന്താണ്? ഇത്തരം ക്യാപിറ്റലിനെ നമ്മൾ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഷെയർസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഡിഫറെന്റ് പേരിൽ വിളിക്കുന്നത്. ഇനി നോമിനൽ, ഓതറൈസ്ഡ് ഓർ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നോമിനൽ, ഓതറൈസ്ഡ് ഓർ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത്. ഇനി ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇത് എന്തിന്റെ പാർട്ടാണ്? ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ടാണ്. ഇനി ഔട്ട് ഓഫ് ഇഷ്യൂസ് ക്യാപിറ്റൽ, ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിന് പുറമെ ആയിട്ട് പബ്ലിക്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ നിന്ന് എത്രത്തോളം ക്യാപിറ്റൽ ആണോ കമ്പനി കോൾ ചെയ്തിരിക്കുന്നത് അതിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോൾ ചെയ്യാത്ത ക്യാപിറ്റലിനെ അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നും പറയുന്നു. ഇനി കോൾ ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് എത്രത്തോളം എമൗണ്ട് ആണോ കമ്പനിയിലേക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അതിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി മീനിങ് ആൻഡ് നേച്ചർ ഓഫ് എ ഷെയർ. ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റലിന്റെ ഒരു പാർട്ടിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്നിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. ദ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ക്യാൻ ഡിവൈഡഡ് ഇൻടു ഷെയർസ്. കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ
ഒരു ഷെയർ, ഒരു കമ്പനിയിലെ ഒരു ഷെയർ ഹോൾഡർ എത്രത്തോളം ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് മെൻഷൻ ചെയ്യുന്നത്? ഒരു ഷെയർ ഹോൾഡറിന്റെ ആ കമ്പനിയിലുള്ള ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ട്ടോ. A share represent as an interest of the owner of the company. ഒരു കമ്പനിയുടെ ഓണറിന് ആ കമ്പനിയുടെ മേലുള്ള താല്പര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഷെയർ എന്ന് പറയുന്നത്. എല്ലാ ഷെയറും ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? കമ്പനി ആയിരിക്കും. ഇനി ടൈപ്സ് ഓഫ് ഷെയർസ്. ഷെയർസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിൻ ആയിട്ട് ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ മുൻഗണനാ തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാത്ത തരത്തിലുള്ള ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്നവരെയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദി റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്നാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കുന്നത്. ഇൻ കേസ് ഇക്വിറ്റി ഷെയർസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ് ഒരിക്കലും ഫിക്സഡ് ആയിരിക്കത്തില്ല. നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടാണ് എന്ത് നിലനിൽക്കുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ഡിവിഡൻഡ് നിലനിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ രണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ റെസൊല്യൂഷൻ, കമ്പനി പാസ് ചെയ്യുന്ന റെസൊല്യൂഷനിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ള ഒരു പാർട്ടിയാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ വോട്ടിംഗ് റൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവർ എത്രത്തോളം ഷെയർസ് ആണോ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ഇനി പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പനിയുടെ ഒരു തരത്തിൽ അതൊരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ആണത്. അതായത് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന്, ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ്, ഓരോ വർഷവും അവർക്ക് ലഭിക്കേണ്ട ഒരു ഫിക്സഡ് സം ഓഫ് ഡിവിഡൻഡ്, ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിൽ ഒരു പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ് അവർക്ക് ലഭിക്കാനുള്ള ഒരു റൈറ്റ് അവർക്ക് ഉണ്ടായിരിക്കും. അവർക്ക് അതായത് അത്തരം ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിനെ നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇയർ എൻഡിങ്ങിന്റെ സമയത്ത് വർഷാവസാനം ഒരു ഫിക്സഡ് റേറ്റില് ഒരു ഫിക്സഡ് സം ഓഫ് ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും മുൻപേ പ്രിഫറൻഷ്യൽ റൈറ്റ് അവർക്കാണുള്ളത്. എത്രത്തോളം ഡിവിഡൻഡ് അവർക്ക് കിട്ടണം, അതുപോലെ റീപേയ്മെന്റിനുള്ള റൈറ്റ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് പ്രിഫറൻഷ്യൽ ഷെയർസ്, എത്ര ടൈപ്പ് ഉണ്ടെന്ന്? പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻഷ്യൽ ഷെയർസ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻഷ്യൽ ഷെയർസ്. അതായത് പ്രിഫറൻഷ്യൽ ഷെയർസിന് എല്ലാവർക്കും തന്നെ പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രിഫറൻഷ്യൽ ഷെയർസിനെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻഷ്യൽ ഷെയർസ് എന്നും, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യാത്ത പ്രിഫറൻഷ്യൽ ഷെയർസിനെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻഷ്യൽ ഷെയർസ് എന്നാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ക്യുമുലേറ്റീവും നോൺ ക്യുമുലേറ്റീവും, അതായത് ഒരു വർഷത്തെ പ്രിഫറൻഷ്യൽ ഷെയർസിൽ നിന്ന് ഡിവിഡൻഡ് അതാത് വർഷം വാങ്ങിക്കാതെ അതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്യുമുലേറ്റീവ് എന്നും, അങ്ങനെ അതാത് വർഷത്തെ പ്രിഫറൻഷ്യൽ ഷെയർസ് അതാത് വർഷം തന്നെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനെ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻഷ്യൽ ഷെയർസ് എന്നും വിളിക്കുന്നു. ഇനി റെഡീമബിൾ പ്രിഫറൻഷ്യൽ ഷെയർസ് ആൻഡ് നോൺ റെഡീമബിൾ പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ no company limited by shares can issue preferential shares or which are redeemable. അതായത് ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് അല്ല എങ്കിൽ അത്തരം കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന പ്രിഫറൻഷ്യൽ ഷെയർസ് എല്ലായ്പ്പോഴും ഇറഡീമബിൾ ആയിരിക്കും. അതല്ലാത്ത കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നത് റെഡീമബിളും ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഷെയർസും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസസ്? ഒറിജിനലി ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ്. ഷെയർ നമുക്ക് എന്ത് ചെയ്യാം? ഒറിജിനലി നമുക്ക് ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ കമ്പനിയുടെ സ്റ്റോക്ക് നമുക്ക് കമ്പനിയുടെ അധികാരം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. എ ഷെയർ ഹാസ് എ നോമിനൽ വാല്യൂ. ഷെയറിന് എന്തുണ്ടായിരിക്കും? ഒരു നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കും. സ്റ്റോക്കിന് ഒരു നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കില്ല. ഷെയർ ഹാസ് സെപ്പറേറ്റ് ഡിസ്റ്റിങ്റ്റീവ് നമ്പർ. ഷെയറിന് സെപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ഉണ്ടായിരിക്കും. സ്റ്റോക്കിന് ഒരു നമ്പറും ഉണ്ടായിരിക്കത്തില്ല. ഷെയർ നമുക്ക് ഫുള്ളിയോ പാർട്ട്ലിയോ പെയ്ഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഫുള്ളി പാർട്ട്ലി ഉണ്ടാക്കാൻ, പാർട്ട്ലി പെയ്ഡപ്പ് ഒരിക്കലും സാധ്യമല്ല. പിന്നെ എല്ലാ ഷെയറുകളും എന്തായിരിക്കും? ഈക്വൽ ഡിനോമിനേഷൻസ് ആയിരിക്കും. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈക്വൽ ഡിനോമിനേഷൻസ് ആയിരിക്കില്ല. ഷെയർ എന്ന് പറയുന്നത് ഒരിക്കലും ഫ്രാക്ഷൻസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തില്ല. സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഫ്രാക്ഷൻസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ.
ഇനി ഡിവിഡൻഡ് ഓൺ പ്രിഫറൻഷ്യൽ ഷെയർസ് ഈസ് പെയ്ഡ് ബിഫോർ പേയിങ് ഇക്വിറ്റി ഷെയർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാവുന്നതാണ്. പ്രിഫറൻഷ്യൽ ഷെയർസിന് എല്ലായ്പ്പോഴും ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. കമ്പനി വൗണ്ടപ്പ് ചെയ്യുന്ന സമയത്ത് പ്രിഫറൻഷ്യൽ ഷെയർസിന് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയാണ്. കമ്പനിയുടെ ഡയറക്ടേഴ്സിലേക്കും എംപ്ലോയീസിലേക്കും ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അതെല്ലായ്പ്പോഴും ഡിസ്കൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനിയുടെ അകത്ത് കമ്പനിയുടെ എംപ്ലോയീസിലേക്കോ ഷെയർ ഹോൾഡേഴ്സിലെ കമ്പനിയുടെ മറ്റ് എംപ്ലോയീസിലേക്കോ ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് എന്ത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അതർ ദാൻ ക്യാഷ്, പണത്തിന് പുറമെ ആയിട്ട് നോൺ മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ചില നോഹൌവിനനുസരിച്ചിട്ടും ടെക്നിക്കൽ ആയിട്ടുള്ള ചില നോളജിനനുസൃതമായിട്ടും നമുക്ക് ലഭിക്കുന്ന ഒരു ബോണസ് ആണ് ഇത്തരം സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റോക്ക് ഈസ് ആൻ അഗ്രഗേറ്റ് ഹോൾഡിംഗ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. മൊത്തത്തിലുള്ള ഷെയർ ക്യാപിറ്റലിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിനെ മെൻഷൻ ചെയ്യുന്നത് എന്തിലായിരിക്കും? ഇൻ ടേംസ് ഓഫ് മണി, മണിയുടെ രൂപത്തിലായിരിക്കും അതിനെ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് സ്റ്റോക്ക് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഫ്രാക്ഷൻസ്, ഡിഫറെന്റ് ഫ്രാക്ഷൻസ് ആയിട്ട് ഡിഫറെന്റ് ഡിനോമിനേഷൻസ് ആയിട്ട് നമുക്ക് സ്റ്റോക്കിനെ എന്ത് ചെയ്യാവുന്നതാണ്, ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതിന് ഒരിക്കലും പാർട്ട്ലി പെയ്ഡപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് മാത്രമേ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ അതിന് ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല, ഒരു നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്താണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ലാർജ് എമൗണ്ടുകൾ ആവശ്യമായിട്ട് വരുമ്പോൾ, ഒരു കമ്പനിക്ക് ഒരുപാട് ഹ്യൂജ് ക്യാപിറ്റൽ ഒക്കെ അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ ഡിബഞ്ചർ ആണ് ഒരു മോസ്റ്റ് കോമൺ മെത്തേഡ് ആയിട്ട് എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുന്നത്. അതായത് പബ്ലിക്കിൽ നിന്ന് പണം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിബഞ്ചർ ഹോൾഡ് ചെയ്തിരിക്കുന്നവരെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഡിബഞ്ചർ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത്? ഡിബഞ്ചറിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഡിബഞ്ചർ സ്റ്റോക്ക്, ബോൺസ്, അതർ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് എ കമ്പനി, അതാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഇനി ഡിബഞ്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് നോക്കിക്കേ. ഡിബഞ്ചർ ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയാണ്. അതുപോലെ തന്നെ ഡിബഞ്ചറിൽ എന്തുണ്ടായിരിക്കും, പ്രിൻസിപ്പൽ ആയിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും മെൻഷൻ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഡിബഞ്ചർ ജനറലി ക്രിയേറ്റ് എ ചാർജ് ഓൺ ദി അണ്ടർടേക്കിംഗ് ഓഫ് ദി കമ്പനി. ഡിബഞ്ചർ ഏറ്റെടുക്കുന്ന കമ്പനിയുടെ മേലെ ഡിബഞ്ചർ എന്ത് ഈടാക്കും, ഒരു ചാർജ് ഈടാക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഡിഫറൻസസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് എ ഡിബഞ്ചർ. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണുള്ളത്? ഷെയർ ഹോൾഡർ ഇസ് എ മെമ്പർ ബട്ട് ഡിബഞ്ചർ ഹോൾഡർ ഇസ് എ ലെൻഡർ ഓഫ് എ കമ്പനി. ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മെമ്പർ ആണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത് കമ്പനിയുടെ ലെൻഡർ ആണ്. ഷെയർ ഹോൾഡർ ക്യാൻ വോട്ട് ബട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, നോക്കിയേ, ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഗെറ്റ് ഡിവിഡൻഡ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ക്യാൻ ഗെറ്റ് ഇൻട്രസ്റ്റ് അറ്റ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നത് ഡിവിഡൻഡ് ആണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നത് ഇൻട്രസ്റ്റ് ആയിരിക്കും. Bearing the redeemable preference shares, the shareholders cannot paid back before the company's wound up. Debenture holders repaid the expiry of the specified period. അതായത് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ വൈൻഡപ്പിന്റെ സമയത്ത് അവർക്ക് എന്ത് ലഭിക്കും, അവർക്കൊരു ഡിവിഡൻഡ് ലഭിക്കാനുള്ള അർഹതയുണ്ട്. അതേസമയം ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ആ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈമിലേക്ക് മുമ്പ് പേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് ചാർജ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ്. പ്രോഫിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഡിബഞ്ചേഴ്സിന് ചാർജ് ഈടാക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രോഫിറ്റില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഇനി എന്താണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഫണ്ടുകൾ കളക്ട് ചെയ്യുന്ന, പബ്ലിക്കിൽ നിന്ന് ഫണ്ടുകൾ കളക്ട് ചെയ്യുന്ന ഒരു ഫോം ആണ് എന്തെന്ന് പറയുന്നത്, ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പബ്ലിക്കിൽ നിന്ന്, അതായത് ഫണ്ട്സ് കളക്ടഡ് ഫ്രം പബ്ലിക് ടിപ്പിക്കലി ഇൻ ദി ഫോം ഓഫ് ഡെപ്പോസിറ്റ്, ലോൺസ് ടു ദി ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പബ്ലിക്കിൽ നിന്ന്
ഫണ്ടുകൾ കളക്ട് ചെയ്യുന്ന ഫോമിനെയാണ് ഡെപ്പോസിറ്റ്, ലോൺസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഡെപ്പോസിറ്റും ലോണും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി, അതായത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതേസമയം ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മറ്റും ബോറോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ലോൺ എന്ന് പറയുന്നത്. രണ്ടിനും ഇൻട്രസ്റ്റ് ഉണ്ട്. ഡെപ്പോസിറ്റ് റിസീവിങ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് നമ്മളിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ്. ഡെപ്പോസിറ്റിന് എന്തുണ്ടായിരിക്കും, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമും ഉണ്ടെങ്കിൽ ലോണിനും എന്തുണ്ടായിരിക്കും, ഒരു റീപേയ്മെന്റ് പീരീഡും അതുപോലെ തന്നെ റീപേയ്മെന്റ് ഇൻട്രസ്റ്റ് റേറ്റും പ്രിൻസിപ്പൽ എമൗണ്ടും അതുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് നിൽക്കും എന്നാണ് പറയുന്നത്. ലോൺ റീപേ ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണോ എടുത്തത് അതിനനുസൃതമായിട്ടാണ് നമ്മൾ റീപേ ചെയ്യേണ്ടത്. ഡെപ്പോസിറ്റ് റീപേ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെച്യൂരിറ്റി പീരീഡിലോ അല്ലെങ്കിൽ ഒരു എഗ്രീഡ് ഡേറ്റിലോ ആയിരിക്കും അത് എന്ത് ചെയ്യേണ്ടത്, റീപേയ്മെന്റ് നടത്തേണ്ടത്. ഇനി ഡെപ്പോസിറ്റും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചർ ഒരു എന്താണ്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. പബ്ലിക്കിലേക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യുന്നതാണ്, ഒരു ബോറോ ചെയ്യുന്ന, പബ്ലിക്കിൽ നിന്ന് ബോറോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഒന്നാണ് എന്താണ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GDR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഫോറിൻ ഫണ്ടുകൾ എറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കമ്പനി ഫോറിൻ കറൻസി എറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഫോറിനിലേക്ക്, ഫോറിൻ കറൻസി, അതായത് ഫോറിൻ കറൻസി നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന, റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെയും കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിനെയും എല്ലാം തന്നെ ഇനിയാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഫോറിൻ ഡെപ്പോസിറ്ററി ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് വെളിയിൽ നിന്ന് നമ്മളുടെ രാജ്യം ഒരു ഫോറിൻ ഡെപ്പോസിറ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് എന്താണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ബോർഡ് ഓഫ് റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ടിട്ട്, ഒരു ജനറൽ മീറ്റിംഗിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ടിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, GDR ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏത് ചാപ്റ്ററിൽ പഠിച്ചത്, ഷെയർസ് ആൻഡ് ലോൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ 10 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂ ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കിലേക്ക് എത്രത്തോളം ഷെയർസ് ആണോ ഇഷ്യൂ ചെയ്യുന്നതിന് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് 3 രീതിയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്: ഇഷ്യൂ അറ്റ് പാർ, ഇഷ്യൂ അറ്റ് പ്രീമിയം, ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, when a company offers shares at face value it is called issue of shares at par. അതായത് ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന ഷെയർസ് അതിന്റെ ഫേസ് വാല്യൂവിനോട് ഈക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒരു ഷെയർസ് നമ്മൾ കമ്പനി ഓഫർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇഷ്യൂ അറ്റ് പാർ എന്ന് പറയുന്നത്. ഇനി ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിന്റെ പ്രൈസ്, ഇഷ്യൂ പ്രൈസ് ലെസർ ദാൻ ഫേസ് വാല്യൂ, അതിന്റെ മുഖവിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ എന്താണ്, പ്രീമിയത്തിലാണെങ്കിൽ എന്താണ്, ദ ഇഷ്യൂ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്. ഒരു ഷെയറിന്റെ മുഖവിലയേക്കാൾ ഉയർന്ന വിലയ്ക്കാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ കമ്പനി ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്നാണ് പറയുന്നത്. 3 രീതിയിലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്: 1 പാർ, 2 ഡിസ്കൗണ്ട്, 3 പ്രീമിയം. പാർ ആണെങ്കിൽ എന്താണ്, ഇഷ്യൂ പ്രൈസ് ഈക്വൽ ടു ഫേസ് വാല്യൂവിനോട് ഈക്വലന്റ് ആയിരിക്കും. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇഷ്യൂ പ്രൈസ് ഈസ് ലെസ് ദാൻ ഫേസ് വാല്യൂ, അതിനെയാണ് ഈ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when the issue price is greater than face value, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷെയർസ് എന്താന്ന് നോക്കാം.
In a private placement, the company offers or invites, subscribe or issue securities to selected group of persons by offer cum applications. Offer cum applications കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവരിലേക്ക് നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. The board of selected group of persons maximum 200. നോക്കിക്കേ, സെലക്ട് ചെയ്യുന്ന പേഴ്സൺസ് എത്രയായിരിക്കണം? മാക്സിമം 200 പേരെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ആപ്ലിക്കേഷൻ മണിയുടെ സബ്സ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ മണിയോട് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തുന്നത്. കമ്പനി cannot make any fresh invitation. കമ്പനി യാതൊരു വിധത്തിലുള്ള ഫ്രഷ് ഇൻവിറ്റേഷനും മേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. ഇനി പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് എങ്ങനെയാണ് നോക്കിക്കേ. ദ വേർഡ് ഓഫ് പബ്ലിക് ഇൻക്ലൂഡിങ് എനി സെക്ഷൻ ഓഫ് പബ്ലിക്. പബ്ലിക്കിന്റെ ഏതെങ്കിലും ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു പബ്ലിക് എന്ന് പറയുന്നത്, അല്ലാതെ ഒരു സെലക്ടഡ് പേഴ്സൺസിനെ അല്ല. എ കമ്പനി മേക്ക് ഇഷ്യൂ ഓഫ് എ പബ്ലിക് ഓഫർ. പബ്ലിക് ഓഫർ ആയിട്ടാണ് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എ റൈറ്റ് ഓർ ബോണസ് ഇഷ്യൂ ആൻഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഏതെല്ലാം രീതിയിൽ അങ്ങനെ പബ്ലിക് ഓഫർ കൊടുക്കാം? റൈറ്റ് ഇഷ്യൂ കൊടുക്കാം, ബോണസ് ഇഷ്യൂ കൊടുക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണെങ്കിൽ അതും നടത്താം. എങ്ങനെയാണ് പബ്ലിക് ഓഫർ നടത്തുന്നത്? IPO, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചെയ്തുകൊണ്ടിട്ടാണ്. ഓക്കെ, എന്താണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ദ ടേം ഓഫ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിംഗ് ഷെയർസ് ഓർ അതർ ഇൻസ്ട്രുമെന്റ്സ്. ഷെയർസോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെന്റ്സോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിന് ടേം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. എ പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ് ബൈ പബ്ലിക് ഓഫർ. ഒരു പബ്ലിക് കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് എന്തിലൂടെയാണ്? പബ്ലിക് ഓഫറിലൂടെയാണ്. അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂയിലൂടെയോ ബോണസ് ഇഷ്യൂയിലൂടെയോ പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെയോ ആയിരിക്കും എന്നുള്ളതാണ്. A public offer is made by a public company limited by shares. ഒരു പബ്ലിക് കമ്പനി പബ്ലിക് ഓഫർ നടത്തുന്നത് എങ്ങനെയാണ്? ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിട്ടാണ് നടത്തുന്നത്. അങ്ങനെ ഇൻവിറ്റേഷൻ, അങ്ങനെ പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഷെയർസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് എന്തിലൂടെ ആയിരിക്കും? പ്രോസ്പെക്ടസ് മുഖാന്തരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് റൈറ്റ് ഷെയർസ് ആണ്. എന്താണ് റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദാറ്റ് ഫോർ എനി ടൈം, ഏത് സമയത്താണെങ്കിലും the company having share capital proposed to increase the subscribed capital. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനേക്കാളും ഉയരത്തിലാണെങ്കിൽ by the issue of further shares, such as shares are offered to persons who at the date of offering the holders of the shareholders of the company in proportion are nearly subscribed. അതായത് ഒരു കമ്പനി സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലിനേക്കാളും കൂടിയ ക്യാപിറ്റൽ ആണ് നമുക്ക് പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വന്നതെങ്കിൽ, അതായത് ഒരു ഷെയർ ക്യാപിറ്റൽ എത്രത്തോളമാണോ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിൽ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിലേക്ക് കമ്പനിക്ക് എത്രത്തോളം ഷെയർസ് ആണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ റേഷ്യോ അനുസരിച്ചിട്ട് കമ്പനിക്ക് ഓഫർ ചെയ്യാവുന്ന ഒരു ഷെയർസ് ആണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? A company may issue fully paid up shares to its members in a manner whatsoever out of the free reserves, securities premium account and capital redemption account. നോക്കി, ഒരു കമ്പനിയുടെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് എന്തിലൂടെയൊക്കെ ആയിരിക്കണം? ഒന്നുകിൽ ഫ്രീ റിസർവ് വഴിയായിട്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് വഴിയായിട്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് വഴിയായിട്ട്. പക്ഷേ ബോണസ് ഷെയർസ് ആരിലേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന എല്ലായ്പ്പോഴും ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമുക്കറിയാം അല്ലെ, കമ്പനിയുടെ ഫേസ് വാല്യൂ, കമ്പനിയുടെ യഥാർത്ഥ മുഖവിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ്
ഷെയർസ് കമ്പനിയിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ when the issue price is less than the എന്താ പറയാ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് ആണ് നമുക്ക് ഫേവറബിൾ, വാങ്ങിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഫേവറബിൾ. അതേസമയം നമ്മൾ ഷെയർസ് വിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പ്രീമിയം ആണ് നമുക്ക് ഫേവറബിൾ എന്ന് പറയുന്നത്, അങ്ങനെ കൂടുതൽ പൈസ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആ ഷെയർസിന്റെ ഫേസ് വാല്യൂവിനേക്കാളും ഉയർന്ന നിരക്കിലാണെന്ന്, ഹയസ്റ്റ് റേറ്റിലാണ് നമ്മൾ ആ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കിലേക്ക് എത്രത്തോളം ഷെയർസ് ആണോ ഇഷ്യൂ ചെയ്തത്, ആ ഇഷ്യൂ ചെയ്ത ഷെയർസിന് അനുപാതികമായിട്ട് എത്രത്തോളം ഷെയർസ് ആണോ പബ്ലിക് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ആക്സെപ്റ്റൻസ് ഓഫ് ഷെയർസ്, ഷെയർസിന്റെ ആക്സെപ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് കോൾസ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഷെയർ ആപ്ലിക്കേഷൻ മണിയൊക്കെ കൊടുത്ത് നമ്മൾ ഷെയർസ് വാങ്ങിച്ചു, അതിന്റെ അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് കോൾസ് ഉണ്ട്. കോൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എമൗണ്ട് പെയ്ഡ് ബൈ ദി സബ്സ്ക്രൈബേഴ്സ് ഓൺ ദി അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, അതായത് അലോട്ട്മെന്റിന്റെ സമയത്ത് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്ത് നമ്മൾ അലോട്ട്മെന്റ് ഷെയർസ് അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഷെയർസും ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ ഡിഫറെന്റ് കോൾസിലൂടെയാണ്. ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, തേർഡ് കോള്, അങ്ങനെ ബാലൻസ് മണി നമ്മൾ റിസീവ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷെയർ ഫോർഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർഫീച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോള്, ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ, ഒരു ഷെയർ ആപ്ലിക്കേഷൻ മണിയും അതുപോലെ തന്നെ അലോട്ട്മെന്റും എല്ലാം നടത്തി ഫസ്റ്റ് കോളും നടത്തിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ ഷെയർസിന്റെ ഓണർ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇനിയും അയാൾക്ക് കോൾസ് ഉണ്ട്. ഏതെങ്കിലും ആ ഒരു കാരണവശാല് അയാൾ ഏതെങ്കിലും ഒരു ഡീഫോൾട്ട് കോള് നടത്താനായിട്ട് അദ്ദേഹം എന്താണ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ, കോൾ മണി കൊടുക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കും, കോൾ മണി തങ്ങൾക്ക് തരാനുള്ള സമയമായിട്ടുണ്ടെന്ന് അറിയിക്കും. എന്നിട്ടും അദ്ദേഹം കോൾ മണി കൊടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആ ഷെയർസ് കമ്പനിക്ക് എന്ത് ചെയ്യാം, ആ എത്രത്തോളം ഷെയർസ് ആണോ കോൾ ചെയ്യാത്തത് ആ അൺകോൾഡ് ആയിട്ടുള്ള ആ എമൗണ്ട് ഓഫ് ഷെയർസ് കമ്പനിക്ക് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോർഫീച്ചർ ഷെയർസ് എന്ന് പറയുന്നത്. നോൺ പേയ്മെന്റ് ഓഫ് കോൾസ് എന്നാണ് അതിനെ വിളിക്കും, നോൺ പേയ്മെന്റ് ഓഫ് കോൾസ് ഓർ ഇൻസ്റ്റാൾമെന്റ് ഓഫ് കോൾസ്. ഓക്കെ, എ കമ്പനി ക്യാൻ ഫോർഫീറ്റ് ഷെയർസ്, കമ്പനി എപ്പോഴാണ് ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നത്, ഓൺലി നോൺ പേയ്മെന്റ് ഓഫ് കോൾ മണി കൊടുക്കാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് നൽകാത്ത സാഹചര്യത്തിലോ ഒരു തരത്തിലും ആ എമൗണ്ട് കമ്പനിക്ക് ആ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസരത്തിലാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ ആ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നത്. ഫോർഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്, ക്യാൻസലേഷൻ. ഓക്കെ, ഇനി റീഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് കമ്പനി ക്യാൻസൽ ചെയ്ത ആ ഷെയർസ് വീണ്ടും കമ്പനിക്ക് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതിനെയാണ് റീഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ രീതിയിലാവാം, അത് പാർ വാല്യൂലാവാം, ഡിസ്കൗണ്ടിലാകാം, പ്രീമിയത്തിലാകാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റീഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്, ശ്രദ്ധിക്കണേ. ഇനി എന്താണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഓർ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ കനോട്ട് ബൈ ഇറ്റ്സ് ഓൺ ഷെയർസ്. നോക്കിക്കേ, ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയോ ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസോ ആണെങ്കിൽ അത്തരം കമ്പനികൾക്ക് അവരുടെ ഷെയർ ക്യാപിറ്റൽ ഒരിക്കലും അവരുടെ സ്വന്തം ഷെയർസ് വാങ്ങിക്കൊണ്ട് ആവാൻ സാധിക്കത്തില്ല.
അപ്പൊ എന്ത് ചെയ്യും, ചില റെസ്ട്രിക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ട് ബൈബാക്ക് ചെയ്യും. നമ്മൾ വിറ്റ ഷെയർസ് നമ്മൾ തന്നെ ആ ഷെയർസ് എന്ത് ചെയ്യും, വാങ്ങിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഏരിയ എന്ന് പഠിച്ചാൽ മതിയേ. ഇനി എന്താണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബുക്ക് ബിൽഡിംഗ് book building is a process in which an underwriter tries to determine the price at which IPO means എന്താണ്, initial public offer will be offered. Initial public offer നമ്മൾ ഓഫർ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഷെയറിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് അണ്ടർ റൈറ്ററിന് സാധിക്കണം. അതിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. In this process, demand for the securities proposed to be issued by a body corporate is done and built up a price of securities. ആ ഈ സെക്യൂരിറ്റീസിന്റെ വില നിശ്ചയിക്കുന്നത് ആരായിരിക്കും? ഇത്തരം ഫേംസ് ആയിരിക്കും ഇതിന്റെ വില നിശ്ചയിക്കുന്നത്. ആരാണ് ഇതിനെല്ലാം റെഗുലേഷൻ നൽകുന്നത്? സെബി ആണ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്തിരിക്കുന്ന റെഗുലേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഷെയർസിന് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതൊരിക്കലും ഫ്ലോർ പ്രൈസിന്റെ 20% ഉയരാനായിട്ട് പാടില്ല. നമ്മൾ ബുക്ക് ബിൽഡിംഗ് വഴിയായിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഷെയറിന്, ഒരു സെക്യൂരിറ്റീസിന് വില നിശ്ചയിക്കുമ്പോൾ അതൊരിക്കലും അതിന്റെ ഫ്ലോർ പ്രൈസിനേക്കാളും 20%-നേക്കാളും ഉയരാനായിട്ട് പാടില്ല എന്നാണ് സെബിയുടെ റൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി ആയിരിക്കും. കമ്പനിയുടെ കോമൺ സീലോട് കൂടെ അതിൽ എന്തൊക്കെയായിരിക്കും സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, എത്രത്തോളം ഷെയർസ് ആണ് ഒരു മെമ്പർ ഹെൽഡ് ചെയ്തിരിക്കുന്നത്, അതിന് ഓരോ ഷെയർസിനുമായിട്ട് എത്രത്തോളം എമൗണ്ട് ആണ് പേ ചെയ്തിരിക്കുന്നത്, ഇത്തരം വിവരങ്ങളെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടിട്ട് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന കോമൺ സീലോട് കൂടെ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ ഹോൾഡിംഗ് ഓഫ് ഷെയർസ്. ഷെയർ ഹോൾഡ് ചെയ്തു എന്നതിനുള്ള ഒരു എവിഡൻസ്, ഒരു തെളിവാണ് എന്തെന്ന് പറയുന്നത്, ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും എന്തല്ല, ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് അല്ല. ഇത്തരം വിവരങ്ങളൊക്കെയാണ് നമ്മൾ എന്തിലും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇഷ്യൂ ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് നാളെ നെക്സ്റ്റ് ചാപ്റ്റർ ഒക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എടുക്കുന്ന ഓരോ പോർഷൻസ് ഇന്ന് തന്നെ റെഫർ ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.